പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ വാർഡില് ഒരുപാട് പേര് വെള്ളക്കാർഡും അതുപോലെ തന്നെ നീലക്കാർഡും ഒക്കെയുള്ള റേഷൻ കാർഡുള്ള ഒരുപാട് പേര് നമ്മുടെ വാർഡിലുണ്ട്. PPL കാർഡിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട ആളുകളാണ് അവരിൽ പല ആളുകളും. അത്തരം ആളുകൾക്ക് അവരുടെ റേഷൻ കാർഡ് BPL ആക്കുന്നതിനുള്ള ഒരു അവസരം ഇപ്പോ നമുക്കുണ്ട്. ഫെബ്രുവരി 13 വരെ സിവിൽ സപ്ലൈസ് വകുപ്പില് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നീലക്കാർഡും അതേപോലെ തന്നെ വെള്ളക്കാർഡും ഒക്കെ BPL കാർഡ് ആക്കാനുള്ള അവസരം എന്ന് പറയുന്നത്, അതിന് അർഹതപ്പെട്ട ആളുകള് 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീടുള്ള ആളുകള്, അതേപോലെ തന്നെ മാസവരുമാനം 25,000-ന് താഴെ വരുന്ന ആളുകള്, അതേപോലെ സ്വന്തമായി 4 ചക്ര വാഹനം 4 വീലർ വാഹനം പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകള്, അതേസമയം ജീവിതമാർഗം എന്ന നിലയിൽ ടാക്സി ഉള്ള ആളുകള്, അവരുടെ പേരില് ടാക്സി ഉള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായി പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോ അത്തരം ആളുകൾക്ക് ഇപ്പോ ഫെബ്രുവരി 13 വരെയും സമയമുണ്ട്. അവർക്ക് നമ്മുടെ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന നമുക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയും. അതിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പഞ്ചായത്തിൽ നിന്ന്, നമ്മുടെ എടത്തിരുത്തി പഞ്ചായത്തിൽ നിന്ന് BPL സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് എന്നുള്ള സാക്ഷിപത്രം, അതും പഞ്ചായത്തിൽ നിന്ന് എടുക്കേണ്ട രേഖയാണ്. ഈ 2 രേഖയും അതേപോലെ തന്നെ നമ്മൾ വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതിയിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന നമുക്ക് അപേക്ഷ വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ വീടുകളില് ക്ഷേമനിധി പെൻഷന് വാങ്ങുന്ന ആളുകള്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകള്, ക്യാൻസർ, കിഡ്നി, അതേപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന, അങ്ങനെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിട്ടുള്ള അതിന്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകൾക്ക് സിവിൽ സപ്ലൈസിൽ നിന്ന് പരിശോധന നടത്തി അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ ആ ആളുകളെ BPL കാർഡാക്കുന്ന ഒരു BPL കാർഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമുക്കൊക്കെ അത്തരത്തിലുള്ള BPL കാർഡിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫെബ്രുവരി 13 മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കണം. ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ സിവിൽ സപ്ലൈസിലെ കൊടുങ്ങല്ലൂരിലെ നമ്പർ ഞാൻ ഇതിനോടൊപ്പം വെക്കാം. അത് നിങ്ങളെല്ലാവരും ആ ഫോൺ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾ BPL കാർഡിന് അപേക്ഷ നൽകണം. അർഹതപ്പെട്ട ആളുകൾ മാത്രം അത് നൽകിയാൽ മതി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 25,000 രൂപയ്ക്ക് താഴെ മാസ വരുമാനമുള്ള ആളുകളായിരിക്കണം അപേക്ഷ വെക്കേണ്ടത്. 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീടുള്ള ആളുകളായിരിക്കണം വെക്കേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ സിവിൽ സപ്ലൈസിലെ നമ്പർ കൊടുങ്ങല്ലൂരത്ത് ഞാൻ വെക്കുന്നുണ്ട്. ആവശ്യക്കാരെ അതിൽ കോൾ ചെയ്ത് വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അപേക്ഷ വെക്കാൻ വേണ്ടി പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.